ഇടത് ക്യാമ്പിന് ആവേശം പകർന്ന കോട്ടയം മണ്ഡലത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രചാരണ യോഗങ്ങൾ. തോമസ് ചാഴികാടന്റെ പ്രചാരണാർത്ഥം 3 യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. വൻ ജനപങ്കാളിത്തമാണ് ഈ 3 യോഗങ്ങളിലും കാണാൻ കഴിഞ്ഞത്. കോട്ടയം മണ്ഡലത്തിലെ തലയോലപ്പറമ്പ്, പാല, കോട്ടയം എന്നിവിടങ്ങളിലെ 3 യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. കനത്ത ചൂടിനെ അവഗണിച്ചും പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി പ്രവർത്തകരാണ് 3ഇടങ്ങളിലും എത്തിയത്. പൗരത്വ വിഷയവും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതും മുഖ്യമന്ത്രി ഓരോ കേന്ദ്രങ്ങളിലും വിശദമാക്കി. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടപടി വരുമ്പോൾ കോൺഗ്രസ് അതിന് എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളിൽപ്പെട്ട മറ്റുള്ളവർക്ക് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിയുമ്പോൾ കോൺഗ്രസ് എല്ലായിടവും ഈ പറഞ്ഞ EDയുടെ കൂടെയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൂടെയാണ്, കേന്ദ്ര ഗവൺമെന്റ് കൂടെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാൾ. റബ്ബർ വിലയിടിവിന്റെ കാരണങ്ങൾ കോട്ടയത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പ്രതിപാദിച്ചു. 90% റബ്ബർ ഉൽപ്പാദിപ്പിച്ച നാട് ഇപ്പോൾ 70% താണു എന്നതും നാം കാണണം. ഈ തകർച്ച കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന്റെ നടപടിയുടെ ഭാഗമായി വന്നതാണ്. എന്താണോ കോൺഗ്രസ് സർക്കാർ ചെയ്തത് അത് തന്നെയാണ് BJPയും ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP, NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കളും വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.